ആര്യ ചേച്ചി ഓ നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാണ്. ആര്യ ചേച്ചിയുടെ റൗണ്ട് വന്നെത്തിയിരിക്കുന്നു. പെർഫോമൻസ് Yes, Performance round. performance round. യെസ് Oh, പെർഫോമൻസ് performance. കറക്റ്റ് ആൻസർ. അങ്ങനെ പെർഫോമൻസ് റൗണ്ട് വന്നിരിക്കുകയാണ്. പെർഫോം ചെയ്യാനായിട്ട് എത്തുന്നത് നമ്മുടെ എസ്തർ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് ഓൺ സ്റ്റേജ്. എസ്തർ റോസ്. ഹായ് എസ്തർ റോസ്. ഇന്ന് മൊഞ്ചത്തെ കുട്ടിയായിട്ടാണ്. അതെ അതെ അതെ. അതെ നല്ല രസമുണ്ട് നല്ല കാണാൻ. ഭംഗിയുണ്ട്. എസ്തോട്ടാ, ഇന്ന് സർപ്രൈസ് എന്താണ്? എം ജെങ്ങളുടെ പാട്ട് ഏതാണ്? ഞങ്ങളുടെ പാട്ട് മെഹറുബ മെഹറുബ. മെഹറുബ അങ്ങനെയാണോ പാടാൻ പോണേ? സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മെഹറുബ മെഹറുബ. അങ്ങനെയാണോ? ഓക്കെ. പുതുക്ക പെണ്ണായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. താങ്ക് യു. പഞ്ചാരക്കുന്നിലെ പച്ചക്കരിമ്പാണോ? സുറുമ എഴുതിയില്ലേ? അതൊക്കെ എന്താ സാധനം? അയ്യോ മനസ്സിലായില്ല. സുറുമ എന്താ? സുറുമ കണ്ടെന്ന് പറഞ്ഞപ്പോ ഉടനെ മധുവാടി വേറൊരു പാട്ടിന് ലേ 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 മാനത്തെ മണിച്ചിത്തത്തെ മണിവളക്കിളിങ്ങണതെന്താണ്? സൂര്യന് പിരിശപ്പെടും ഹിലാലിൻ സുറുമ കണ്ണിനകളിൽ എന്താണ്? ഓ ഈ അതൊക്കെ സുറുമ കണ്ണ് കാണാൻ പറ്റിയില്ലല്ലോ. സുറുമ എഴുതിയില്ലല്ലേ? ഇച്ചിരിണ്ട് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ സുറുമ എഴുതിയിട്ടുണ്ട്. ഇറുക്കി കാണിച്ചു കൊടുക്കുക കണ്ണൊക്കെ നോക്ക്. ഇച്ചിരി ഉണ്ടെന്ന്. അത് മസ്കാരയാണോ എന്നൊരു സംശയം. അല്ല മസ്കാര കൺപീലിയിൽ ഇടുന്നതാ. കൺപീലില്ല. എനിക്കിതൊക്കെ വലിയ വിവരമില്ല കേട്ടോ. എന്റെ സാറിന് അടുത്ത പ്രാവശ്യം ഇട്ട് കൊടുക്കാം നമുക്ക്. ഇച്ചിരി മസ്കാര ഇടിക്കട്ടെ. നല്ല രസം ഉണ്ടാവും അല്ലേ? മസ്കാര ഞാൻ ഉപയോഗിക്കാറുണ്ട്. ആണോ? എന്നിട്ട് കണ്ണാടിയും വെക്കും. നരച്ച സ്ഥലത്തൊക്കെ ചുമ്മാ ടച്ച്. അങ്ങനെ ഞാനും ദിവ്യയുടെ അടുത്തുനിന്ന് മോഷ്ടിക്കും. Yes. അച്ഛൻ അങ്ങനെ ചെയ്യാറുണ്ട്. അച്ഛൻ ചെയ്യാറുണ്ട്. അതെ. ഓക്കെ, Yes. ബാക്കി പാട്ട് വിസ്തരിക്കൂ. ഡീറ്റെയിൽസ് സിനിമ പുതുമഴക്കാലം. പുതുമഴക്കാലം. പുതുമഴയോ? പേര് ഇനി അടുത്ത സിനിമയ്ക്ക് പേരിടാൻ പറയാം ഞാൻ. ആരെങ്കിലും സിനിമ എടുക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. ഒരു സെക്കൻഡ് അത് ശരിയാന്ന് ഞാനും വിചാരിച്ചു. ഞാൻ പറഞ്ഞേക്കാം. ഇനി ആരാണ് അപ്പൊ പാട്ട് ഇതാണ്. പുതുമഴയായി വന്നു. അത് പുതുമഴയായി പൊഴിയാ. അതാണോ സിനിമ? മധുമയ. പിന്നെ ഏതാ? ഇപ്പൊ കിട്ടിയോ? പെരുമഴക്കാലം. ഓ രക്ഷപ്പെട്ടു. അടുത്തത് ബാക്കി മ്യൂസിക് നമ്മുടെ പ്രിയപ്പെട്ട എം ജെ സർ. ലിറിക്സ് കൈതുപ്രം സർ. പ്രസാദ്. പാടിയത് അഫ്സലങ്ങളും ജോത്സ്ന മാം. യെസ്. ഇയർ 2004. ഡയറക്ടർ Yes. കമൽ സാറാണ്. ഈ പാട്ടിന് എപ്പോഴും ഈ സിനിമയ്ക്കും തീർച്ചയായിട്ടും കമൽ സാറിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. കമൽ സാറിന് വേണ്ടിയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യാനും അതിലൊക്കെ തന്നെ കാലത്തിനൊപ്പം നിൽക്കുന്ന പാട്ടുകൾ ഒക്കെ ഉണ്ടായി വരാനും എനിക്കും ഇതിൽ നല്ലൊരു പാട്ട് പാടാൻ പറ്റിയല്ലോ. തീർച്ചയായും. ചെന്താർമിഴി ഇപ്പൊ വെല്ലിംഗ്ടണിലും ഓക്ലൻഡിലും അഡിലൈഡിലും ഒക്കെ പാടിയിട്ട് വന്നുള്ളൂ. Yes. ചെന്താർമിഴി. അത് മധുവും ചിത്രചേച്ചിയും കൂടെ വരുമ്പോഴേ അതൊരു ഭയങ്കര കോമ്പിനേഷൻ ആണ് കേട്ടോ. കോംബോ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് സ്റ്റേജിൽ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പെർഫോമൻസ് ഉണ്ട്. ഭയങ്കര രസമാണ് അത് ശരി. കണ്ടോ. എന്തൊരു ഹ്യൂമിലിറ്റി അറിയാം. കാണുന്നവർക്കല്ലേ കേൾക്കുന്നവർക്കല്ലേ അറിയൂ. ഇപ്പൊ വിനയകുമാർ ആരാ? രണ്ടുപേരും കണക്കാ. കമൽ സാറിന് തന്നെ സെല്ലുലോയിഡ് ആ സിനിമയിലെ പാട്ടുകള്, അതുപോലെ ആമി എന്നുള്ള സിനിമയിലെ പാട്ട്, പിന്നെ വെള്ളാരം കുന്നിലേറി എന്നുള്ള ആ പാട്ട്, അതില് മധു ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ. അതേതായിരുന്നു? ഒരു എൻഡിലുള്ള ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. യാത്ര പോകും. ജയറാമേട്ടന്റെ പടം. അങ്ങനെ കമൽ സാർ എപ്പോഴും എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പാട്ടൊക്കെ ഉണ്ടായിട്ടുള്ളത്. സോ താങ്ക് യു ഫോർ സെലക്ടിങ് ദിസ് സോങ്. നമുക്ക് പാട്ടിലേക്ക് പോവാം. യെസ്. ിട്ട് മീനത്തെ സവാടി തട്ടമിട്ട് മുന്തിരി ചുണ്ടിൽ പുഞ്ചിരി ഇട്ട് വാടി മെഹറുബാ ഒന്ന് വാടി മെഹറുബാ. മെഹറുബാ മെഹറുബാ ഹേ പുതുക്ക പെണ്ണേ മെഹറുബാ. പൊന്ന് നിന്റെ മാറ് മെഹറുബാ. നിന്റെ പകിട്ടില് കണ്ണ
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. മീനുട്ടാ, എന്തോ ഇവിടെ ഒരു ചർച്ച നടക്കുമായിരുന്നു. എന്താ ചർച്ച? ആരാദ്യം പറയും ആരാദ്യം പറയും. ആ ചർച്ചയുടെ അവസാനം എന്തായി? അവസാനം ഒത്തുതീർപ്പാക്കി. ആ. ഞാൻ ആദ്യം പറയാന്ന് പറഞ്ഞു. അതെ. എം ജെ സാറിന്റെ അടുത്ത് നേരത്തെ സാധാരണ നമ്മൾ ഒപ്പിട്ട് മേടിക്കാറുണ്ടല്ലോ. എം ജെ സാറിന്റെ പാട്ടാണെങ്കിൽ എം ജെ സാർ ആദ്യം പറയും എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഒപ്പിട്ട് മേടിച്ചില്ല. അതുകൊണ്ട് എം ജെ സാർ പറഞ്ഞു, മധു ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മധു തന്നെ തുടങ്ങി. ഇങ്ങനെയാക്കി മധു, ഇങ്ങനെയാക്കി. ആ. മധുചേട്ടൻ നോക്കുമ്പോ മധുചേട്ടൻ പറഞ്ഞു, ഞാനൊന്നും എഴുതിയില്ല, ഞാനൊന്നും മാർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു. അതാണ് പേപ്പർ ഒക്കെ എടുത്ത് കാണിക്കുന്നത്. അതാണ് പേപ്പർ എന്ന് കാണിക്കുക. കാരണം എം ജെ സാർ ഉണ്ടല്ലോ, കുട്ടൻചേട്ടൻ ഉണ്ടല്ലോ, കുട്ടൻചേട്ടൻ ഉള്ളത് കൊണ്ട് കുട്ടൻചേട്ടൻ പറഞ്ഞോളൂ. അല്ല, അവിടെ ഇരുന്ന് എഴുതുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് എഴുതുന്നുണ്ടായിരുന്നു. ഞാനൊന്നും എഴുതിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി എന്നാ തർക്കം വേണ്ട, ഞാൻ ആദ്യം ഞാൻ സംസാരിക്കാം. എഴുതിയിട്ടുണ്ട്, ഞാൻ പറയാം. ഞാൻ കുറേശ്ശെ എഴുതിയിട്ടുണ്ട്, അതിനെ പറ്റി ഞാൻ പറയാന്ന് പറഞ്ഞു. Okay. ശരി. അപ്പൊ എസ്തർ ബേബി എന്തോ മിടുക്കായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നല്ലൊരു ഒരു 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 കല്യാണ വൈബ് ഉണ്ടായിരുന്നു, ഒരു പ്രസരിപ്പ്, ഒരു ഉന്മേഷം ഉണ്ടായിരുന്നു മൊത്തത്തില്. ആ പാട്ടും ആ ഒരു കോസ്റ്റ്യൂമും അത് പ്രസന്റ് ചെയ്ത രീതിയും പിന്നെ കുറെ ഡാൻസും നല്ല നല്ല എക്സ്പ്രഷൻസ് വരുന്നുണ്ട് അല്ലേ എസ്തർ കുട്ടിയുടെ മുഖത്തുനിന്ന്? മുഖത്ത് മാത്രമല്ല, ഡാൻസും സ്റ്റെപ്സും ഒക്കെ നല്ല രസമുള്ള കുറെ എക്സ്പ്രഷൻസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. പിന്നെ എന്താ പറയാ, ആസ് പെർഫോമൻസ് റൗണ്ട് ആയതുകൊണ്ട് ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ഓരോ ഭാഗങ്ങളായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ ചെറിയൊരു ശ്രുതി പ്രോബ്ലം ഒക്കെ ഉണ്ടായി. എനിക്കിത് ഈ പാട്ട് ജോത്സ്ന ചേച്ചിയുടെ ശബ്ദത്തിൽ കേട്ട് ജോത്സ്ന ചേച്ചിയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ നല്ലൊരു പവർഫുൾ വോയിസാണ്. അപ്പൊ ആ ഒരു പവർഫുൾ വോയിസിൽ കേട്ടിട്ട് പെട്ടെന്ന് എസ്തറിന്റെ ശബ്ദത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു പവർ അതിന് കൊടുത്തായിരുന്നെങ്കിൽ, ആ ഒരു ചെസ്റ്റ് വോയിസിന്റെ ആ ഒരു ത്രോ ഇല്ലേ, ആ ഒരു ത്രോ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നേനേന്ന് തോന്നി. അതുപോലെ ആ അക്ഷരങ്ങളുടെ ഒരു ഗ്രിപ്പ് ഉണ്ട്, ആ ഒരു ഗ്രിപ്പ് ഇപ്പോ പ്രേമചിത്തിരം കൊത്തിയ മുത്ത് എന്ന് പാടുന്ന ഭാഗം അവിടെ ആ ഒരു സ്നാപ്പിൽ തന്നെ തുടങ്ങണം, മനസ്സിലായോ? അപ്പൊ അത് ചെറിയ ഡിലേയോ അതിന്റെ പുറകിലെ ഓടാതെ ആ ഒരു ഗ്രിപ്പ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുന്നു തോന്നി. എനിക്ക് മെയിനായിട്ട് ഈ 2 സജഷൻസ് ആണ് തോന്നിയത്. ബാക്കി പെർഫോമൻസ് ഒക്കെ കിടിലനായിരുന്നു, Thank you. മിടുക്കിയായിട്ട് Thank you, പാടി. ചേച്ചി. എസ്തർ കുട്ടി Thank you. നല്ലൊരു പെർഫോമർ ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ തമിഴ് റൗണ്ട് പാടിയപ്പോഴത്തേക്കുണ്ടായ ആ വോയിസ് ഇല്ലേ, ആ വോയിസ് എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ. അയ്യോ, അതെനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അയ്യോ, Super ആയിരുന്നു അത് അത്. മിസ് ചെയ്തു. ആ. അത് ഏത് പാട്ടായിരുന്നു? മന്നാർക്കുടി കലകല. ഒയ്യോ, വേറെ അയ്യോ, സീനായിരുന്നു miss അത്. ചെയ്തല്ലോ എന്റെ എസ്തർ വേറൊരു കുട്ടി. എസ്തർ. വേറൊരു എസ്തർ ആയിരുന്നു അത്. ഞെട്ടിപ്പിച്ച് ഓ, ഞെട്ടി, അത് ശരി. ശരിക്കും ആഹാ. ഞെട്ടി. ആ എസ്തറിന്റെ ഒരു കുറച്ചൊരു പവർ ഇവിടെയും വരണമായിരുന്നു എന്ന് തോന്നി. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വളരെ നന്നായിരുന്നു, താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇത് ഏത് പിച്ചിലാ പാടിയേ? F. ഒറിജിനലാണോ താത്തിയോ? കുറച്ച് ഒരു കട്ടത. ഒരു ഘട്ട താത്തി. എന്നാലും ആ മാണിക്കക്കല്ലേ പാടി, അതല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അഫ്സല് പാടിയ ആ ഭാഗമൊക്കെ മാത്രല്ല duet അല്ലേ? നല്ല ഹൈ പിച്ചാണ്. അതെ, 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 ഫീമെയിൽ അതെ. സിംഗറിന് പാടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ആ. പിച്ച്. അതൊക്കെ അസലായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ഇപ്പൊ ആര്യ ചേച്ചി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ജോത്സ്ന കുറച്ച് പവർഫുൾ ആയിട്ടാണ് പാടിയത്. അപ്പൊ മോള് പാടിയപ്പോൾ കുറച്ച് മെലോഡിയസ്, ഒരു റൊമാൻറ്റിക്, അതിൽ കുറച്ച് കൂടുതൽ അതുപോലത്തെ സ്റ്റൈലിലാണ് പാടിയത്. ജോത്സ്ന മെഹർബാ 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 പുതുക്ക പെണ്ണേ മെഹർബാ 10 കൊട്ട പൊന്നു നിന്റെ മൊഹർ മെഹർബാ അങ്ങനെ പാടി. മോള് പാടിയപ്പോ മെഹർബാ മെഹർബാ പുതുക്ക പെണ്ണേ മെഹർബാ 10 കൊട്ട പൊന്നു നിന്റെ മൊഹർ മെഹർബാ അങ്ങനെ പാടി. കുറച്ചും കൂടി ആ തുറന്നു പാടി, ചെസ്റ്റ് വോയിസ് കുറച്ച് അങ്ങനെ പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഉണ്ടായിരുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നന്നായിരുന്നു. ഇതൊരു നല്ല രസമുണ്ട്, ഇതും കേൾക്കാൻ രസമാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ കുറേയും കൂടി ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റിയേനെ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ ആ ചരണം തുടങ്ങിയപ്പോൾ പ്രേമചിത്തിരം തുടങ്ങിയില്ലേ, അത് കുറച്ച് ശ്രുതിയിൽ വരണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇപ്പൊ ഓക്കെയാ, ഇപ്പൊ കറക്റ്റാ. ആ സമയത്ത് ടേക്കിൽ ഒന്ന് കുറച്ച് തുടങ്ങിയപ്പോ ഒന്ന് ആ ബീജ് കഴിഞ്ഞിട്ട് തുടങ്ങിയപ്പോ ഒരു സംശയം പോലെ തോന്നി. അതുപോലെ തന്നെ കുറച്ച് മാണിക്കക്കല്ലിലും അങ്ങനെ ചെറിയൊരു പ്രശ്നം തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടായെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഡാൻസ് ചെയ്തപ്പോ മാറിപ്പോയതാണോ കോൺസെൻട്രേഷൻ? അല്ലല്ലോ അല്ലേ? പക്ഷെ ഡാൻസ് കലക്കി കേട്ടോ, എനിക്ക് നല്ല എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ആ മൂവ്മെന്റ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മുഖത്തുള്ള എക്സ്പ്രഷൻസും കൊള്ളായിരുന്നു, നന്നായിരുന്നു. താങ്ക് യു സർ. ഉഗ്രനായിരുന്നു. താങ്ക് യു. നേരത്തെ എന്ത് പറഞ്ഞപ്പോഴാ കണ്ണിറുക്കി കാണിച്ചേ? സുറുമ കാണിക്കാൻ. ആ സുറുമ കാണിക്കാൻ എങ്ങനെയായിരുന്നു അത്? ആ ഓ, കൊള്ളാം. മറ്റേ കണ്ണും അതുപോലെ ആവോ? ആ, അത് ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടാണോ? പണിയുണ്ട്. ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല അല്ലേ? ഓ, എന്താ അത്? അത് കഴിവ് തന്നെ. ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ?
എന്തൊക്കെ കഴിവുകളുള്ള മനുഷ്യനാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പാടിയത്. താങ്ക് യു സർ. ഇനി എംജെങ്ങൾ എന്താ പറയണത് നോക്കട്ടെ. യെസ്. പാടിയത് എന്തായിരുന്നു? മെഹറുബ മെഹറുബ എങ്ങനെയായിരുന്നു? എന്തായിരുന്നു? പാട്ട്. നന്നായിരുന്നു. അതിനെപ്പറ്റി ഒരു സംശയമില്ല കേട്ടോ, താങ്ക് യു. ടാലന്റ് ഉണ്ടല്ലോ. ശ്രുതി 1-2 സ്ഥലങ്ങളിൽ അങ്ങോട്ട് പ്രോപ്പറായിട്ട് എത്തിച്ചില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു വളരെ ഹൈ പിച്ചാണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു എങ്ങനെ എസ്തർ കുട്ടി അവിടെ എത്തിക്കുന്നത്. എന്നാലും ജീന്ന് എഫ് ആക്കിയതുകൊണ്ട് കുറച്ചും കൂടെ സൗകര്യമുണ്ട്. എന്നാലും ആ എഫും അതിൻ്റെ മേളിലുള്ള നോട്ടൊക്കെ വരും, ജി വരെ നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ ഫീമെയിൽ വോയിസിന് പാടാനായിട്ട് കുറച്ച് നല്ല സ്ട്രെയിൻ തന്നെയാണ്. അവിടെ അഫ്സലാണല്ലോ പാടിയിരിക്കുന്നത്. അപ്പോൾ അഫ്സലിനെയും ജോൽസിനെയും ഈ ഒരു സമയത്ത് ഓർക്കാണ്. ഈ പാട്ടിന് അവരുടെ ശബ്ദങ്ങൾ കൊണ്ട് ജീവൻ നൽകിയ ആൾക്കാരാണ്. ഇൻക്രെഡിബിളി ടാലന്റഡ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. പിന്നെ നമ്മൾ എക്സാജറേഷൻ കുറച്ച് ഒഴിവാക്കിയ നന്നായിരിക്കും. അതായത് 10 കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബാ, ഇത് ഓരോ സ്ഥലത്ത് നമ്മൾ 10 കൊട്ട പൊന്ന് നിന്റെ മഹർ അതിന് കൊടുക്കണ്ട, അത് രസം ഉണ്ടാവില്ല. 10 കൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബാ മെഹർബാ, അങ്ങനെ വേണം മെഹർബാ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവര് പാടുമ്പോഴത്തേക്കും ഞാൻ ജോൽസിനടുത്ത് പറഞ്ഞത് ഓർക്കാണ്. പകിട്ടില് പഠിക്കേ, പകിട്ടില് കണ്ണു വെക്കണ പുതുമണവാളൻ. ഞാൻ തന്തിരുതിരുതാന അതിന്റെ കൂടെ പാടുന്ന വിചാരിച്ചു. തന്തിരുതിരുതാന തന്തിരുതിരുതാന തന്തിരുതിരുതന തിരുതിരുതാന തന്തിരുതിരുതാന തന്തിരുതിരുതാന തന്തിരുതിരുതന തിരുതിരുതാന, അങ്ങനെ പാടുന്ന വിചാരിച്ചു കേട്ടോ. അങ്ങനെ പാടിയിരിക്കുന്നത് രസമായിരുന്നു കേട്ടോ. കൂടെ അവരുടെ കൂടുമ്പോഴേ ഒരു രസമുണ്ട്. ഇങ്ങനെ കൂടി പാടേണ്ട ഒരു പാട്ടായതുകൊണ്ട് ആ രസങ്ങൾ ഉണ്ടാവുമായിരുന്നു. അത് പാടില്ലേ, തേനലങ്കാരി എന്ന് പാടില്ലേ, തേനലങ്കാരി, അത് ഉഗ്രമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും പിന്നെ കോറസും എല്ലാം കൂടെ പാടുമ്പോഴത്തേക്കും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ട് ഒരു പാട്ടുകാരിക്ക് പാടി ഒപ്പിക്കാനായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് കുറച്ചും കൂടെ മെലോഡിയസ് ആയിട്ടാണ് മോള് കണ്ടത്. അത് കുറച്ചും കൂടെ റിതമിക് ആയിട്ടും കുറച്ചും കൂടെ ഹെവി ആയിട്ടും പാടിയത് നന്നായിരിക്കും. പക്ഷെ ഇതിന് വേറൊരു ഫ്ലേവർ ഉണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർക്കാണ് ഇതിൽ പ്ലേ ചെയ്ത വലിയ ആർട്ടിസ്റ്റ്. ഒന്ന് മുരുകൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു, സഹോദരനായിരുന്നു, ഇന്നിപ്പോൾ ഇല്ല. ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു, 10-20 ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമായിരുന്നു. അപ്പോൾ മുരുകനാണ് ഇത് റിതം പ്രോഗ്രാം ചെയ്തത്. പിന്നെ ഇതിൽ ഷെഹനായി വായിച്ചത് ചെന്നൈയിലെ ബാലേഷ് ജിയാണ്. പിന്നെ ഹാർമോണിയം വായിച്ചിരിക്കുന്നത് നമ്മുടെ ബിജു അണ്ണനാണ്. ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് ബിജു അണ്ണൻ. കീബോർഡ് പ്രോഗ്രാമറാണ്. നമ്മുടെ മലയാളിയാണ്. പല വലിയ പാട്ടുകളും പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പൊ സലാപത്തിലെ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ചന്ദനച്ചോലയിലൊക്കെ കേൾക്കുമ്പോൾ ബിജു അണ്ണനാണ് അതിൽ കീബോർഡ് പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. പിന്നെ തബല വായിച്ചിരിക്കുന്നത് നമ്മുടെ ശരത്തിന്റെ അനിയൻ രഞ്ജിത്താണ്. വേറൊരാളും കൂടെ വായിച്ചിരുന്നു, അത് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ മാൻഡലിൻ ഒക്കെ വായിച്ചത് സീനുമാണ്. അദ്ദേഹവും ഈ ഒരു കാലഘട്ടത്തിലില്ല, ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ഇത് കീബോർഡ് പ്രോഗ്രാം ചെയ്ത ഒരു എം ജയചന്ദ്രനെയും ഓർക്കുന്നുണ്ട്. നല്ലൊരു മനുഷ്യനല്ലായിരുന്നു. എന്നാലും കേൾക്കാൻ നല്ല സുഖമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച്. നമ്മുടെ വിഭ്രാന്തി ഗേൾസിൽ ഒരാളായ എസ്തർ റോസ് പ്രവീൺ. ഞാനല്ലാന്ന്, അമ്മയാണെന്ന്. അപ്പൊ എസ്തർ കുട്ടി, എന്തോ ഇന്നത്തെ മാർക്ക് 97.75 ഔട്ട് ഓഫ് 100. അപ്പൊ എസ്തർ കുട്ട ഇതിനും മേളിൽ, ഒത്തിരി മേളിൽ നമ്മള് പ്ലാൻ ചെയ്യണം. പുതിയ റൗണ്ടാണ്. അപ്പൊ ഇനി മഴയൊക്കെ വീഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊടും വേനലാണ് വരാൻ പോകുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. പക്ഷെ മഴ പെയ്ക്കണം. നമുക്ക് ദിയക്കുട്ടിയാണ് മെലഡി റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് എത്തുന്നത്. ഒരു സൂപ്പർ മെലഡി സോങ്ങുമായിട്ട് ദിയക്കുട്ടി വരുന്നത് കേട്ടോ. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ഡിയ. സ്പെല്ലിംഗ് ഡിയയോ? സ്പെല്ലിംഗ് അങ്ങനെയാണല്ലോ. ഹായ് ഡിയ. ഹായ് ഡിയ. ഹായ് ഡിയ. ഹായ് ഡിയ. വാട്ട് ആൻ ഐഡിയ. കൊള്ളാലോ കോമ്പിനേഷൻ, ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. അതിൽ നക്ഷത്രങ്ങളും.
അത് ബ്ലാക്ക് അല്ലേ? ആര്യ ചേച്ചി ഡാർക്ക് Dark green ആണ്. പറയരുത്. സോറി. ഡാർക്ക് ഗ്രീൻ. ഡാർക്ക് ഗ്രീൻ അത്. കളേഴ്സ് എക്സ്പേർട്ട് മധുവാണ്. ഓയ്യോ, മധുവങ്കളുടെ എന്നാ കളർ ചോദിച്ചാലും അറിയാം. അങ്ങനെയൊന്നുമില്ല, ചിലതൊക്കെ എനിക്ക് ഉണ്ട്. ചില നമുക്ക് മനസ്സിലാവാത്ത കളറൊക്കെ. എക്സ്പീരിയൻസ്. എന്നിട്ട് മധുവങ്കൾ അറിയോ, ഞാൻ ദിവയ്ക്ക് ഇതുപോലെ ഒരു ചുരിദാർ എടുത്ത് അനുഭവമാണല്ലോ, അനുഭവം ഉണ്ടെങ്കിൽ ആ മധുവങ്കൾ എല്ലാ ചുരിദാറും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതാണ് അനുഭവം. അതെന്ന് പറഞ്ഞു. ആണോ? അതെ. ഓ, അങ്ങനെയാ നല്ല സെലക്ഷൻ ആണ്. പാട്ട് കടലറിയില്ല, കരയറിയില്ല. ആർക്കാണ് എന്താ പ്രശ്നം ഇവിടെ? ആർക്കാ അറിയാത്തത്? അറിയിച്ചു കൊടുക്കും ഇത് പാടി. യെസ്, മെലഡി റൗണ്ടും ദിയക്കുട്ടിയും വരുമ്പോ ഒരു പ്രത്യേക പ്രതീക്ഷയാണ്. യെസ്, ഡീറ്റെയിൽസ്. ഫിലിം കണ്ണൂർ. സ്വന്തം നാടാണല്ലോ. ആര്യ ചേച്ചിയുടെ ഫേവറേറ്റ് മൂവി. പിന്നെ ഇയർ 1997. പാടിയത് ചിത്രാമ്മയും യേശുദാസ് സാറും, മ്യൂസിക് രവീന്ദ്ര മാഷ്, ലിറിസിസ്റ്റ് കൈതപ്രം തിരുമേനി. ഓൾ ദി ബെസ്റ്റ് ദിയക്കുട്ടി. താങ്ക് യു സാർ. താങ്ക് യു ചേച്ചി. കടലറിയില്ല, കരയറിയില്ല, കരളിൽ നിറയും പ്രണയോന്മാദം അഴകേ. കരയറിയാതെ പകരാം ഞാനെൻ ജീവിത മധുരം നിഴലാ. കൂടെ പോരാം ഞാൻ. തിരകളിൽ നീ വരൂ. കടലറിയില്ല, കരയറിയില്ല, കരളിൽ നിറയും പ്രണയോന്മാദം അഴകേ.
കരയറിയില്ല കരളിൽ നിറയും പ്രണയോന്മാദം അഴകേ ഇന്നും നീ സ്വന്തം കടലറിയാതെ കരയറിയാതെ പകരാം ഞാനിൻ ജീവിത മധുരം നിഴലാ കൂടെ പോരാൻ കടലറിയില്ല കരയറിയില്ല വെരി നൈസ്. ബ്യൂട്ടിഫുൾ. ദിയ മക്കളെ, എന്താ സാർ? എപ്പോഴും ദിയക്കുട്ടി പാടുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഫീൽ ഫസ്റ്റ് സിങ് നെക്സ്റ്റ് എന്നുള്ള പോലെ. അപ്പൊ ആദ്യം ഒരു ഫീൽ ഉള്ളിൽ എടുത്തിട്ടാണ് പിന്നെ പാടുന്നതാണ്. ഇന്നിപ്പോ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഒരു കോൺഫിഡൻസ്, ഒരു 5G അതെ. അതെ അതെ അതെ. ആണ്. അതെപ്പോഴും അങ്ങനെയാണ്. ഇന്നും എനിക്ക് അങ്ങനെ തോന്നി. കോൺഫിഡൻസ് ലെവൽ ഈസ് വെരി ഗുഡ്. താങ്ക് യു സാർ. മാത്രമല്ല, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദിയക്കുട്ടി മനസ്സിലാക്കുന്ന കാര്യം, മറ്റുള്ളവർ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, അതായത് നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്യേണ്ടത് എന്താണ്? പ്രാക്ടീസ് ആണ്. അതെ. അങ്ങനെയാണെങ്കിൽ പെർഫോമൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പോൾ അപ്ലോഡിങ് ആൻഡ് ഡൗൺലോഡിങ് കറക്റ്റ് ആയിട്ട് നടക്കുന്നു. Yes, yes. അതാണ് മ്യൂസിക് Input and output. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ലോസ് ഇല്ല. പിന്നെ അഴകേ, അഴകേ അല്ല അഴകേ. അഴകേ ആ. അഴകേ. ആ കാ ആണ് വരണം, എന്നാലേ സുഖമുള്ളൂ. മലയാളം ഓക്കെ അല്ലേ? സാർ. അല്ലേ? അത് നൂല് പിടിച്ച ഒരു 2-3 ഏരിയ ഉണ്ടല്ലോ, അഴകേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി പിടിച്ച സസ്റ്റെയിൻ ചെയ്യുന്ന ഭാഗം സസ്റ്റെയിൻ അഴകേ. ചെയ്ത് നിഴലായി. നിഴലായി. ഈ അഴകേ. ഇതിലൊക്കെ അഴകയിലും ഉണ്ടെന്നുള്ളൂ അല്ലേ? അത് ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സാ ഇങ്ങനെ ആ ഷഡ്ജത്തിൽ ഇങ്ങനെ ലയിച്ചിങ്ങനെ വരണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പണിയാണ്. അപ്പോൾ 1-2 സ്ഥലത്ത് അത് ഇങ്ങനെ ഒരു മലകയറി പോയിട്ടുണ്ട്, കുറച്ച് ഷാർപ്പായി പോയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അത് പ്രാക്ടീസിൽ നന്നാക്കാൻ പറ്റും. ഓക്കെ സാർ. അതൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ ചില സംഗതികൾ കുറച്ചും കൂടെ ഹെവി ആയിട്ട് പാടണം എനിക്ക് തോന്നി. ഓക്കെ സാർ. ഒരുപാട് ലൈറ്റ് ആയി പോയെന്ന് തോന്നുന്നു. ഉം. അനുപല്ലവി തുടങ്ങുന്ന Yeah. അത് ശരിക്കും നമ്മുടെ ഇരുഹൃദയങ്ങളിൽ അതുപോലെ ഒരു സംഗതി അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. അതെ അതെ. ആ സംഗതിക്ക് ഈ ദാഹവും ഈ വേഗവും വേണം. ഇപ്പൊ പാടിയ സംഗതി അത് പാടിക്കേ. ഞാൻ തേടിയ ചന്ദ്രോദയമീ മുഖം ആ പിന്നെ ഈ മൊഴിന്ന് പാടില്ലേ? ആഹാ ആഹാ, അത് രണ്ടാമത് പാടണ്ട. ആഹാ, അതിനിപ്പോ ചിലപ്പോ രണ്ടാമത് പാടിയാൽ ശരിയാവില്ല. മിക്കവാറും അങ്ങനെയാണ്. ഒരു കൊതി കൊണ്ട് നമ്മൾ പറയാറുണ്ട് ഒന്നുകൂടെ പാടുന്നു, അപ്പോഴത്തേക്കും കുഴപ്പമാവും. അത് വേണ്ട, അത് നന്നായിട്ടുണ്ട്. താങ്ക് വേറെ യു സാർ. പല ഇടങ്ങളും സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു ഞാൻ സാർ. പറഞ്ഞ പോലെ ഫീൽ ഫസ്റ്റ് സിങ് നെക്സ്റ്റ്, അത് തന്നെ ഒരു മോട്ടോ ആയിട്ട് വെച്ചോട്ടോ. ഓക്കെ സാർ. അതേ കൂട്ടി കാണുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ തോന്നും, നമ്മുടെ കുഞ്ഞങ്ങനെയാണ് ഇപ്പൊ ഫീൽ ചെയ്തിട്ടാണ് പാടാൻ പോണെന്നുള്ളത്. അത് ഏറ്റവും വലിയ പോസിറ്റീവാണ്. അത് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ആ പാട്ടിനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു പെർഫോമൻസിന് മുമ്പേ ഒരു പെർഫോമർ അയാൾ എന്താണോ കല കൊടുക്കുന്നത് ആ കലയാണ് ഫീൽ ചെയ്യുന്നത്. ആ കല ഫീൽ ചെയ്താൽ മാത്രമേ ഇവിടെ ചന്ദ്രക്കലയായിട്ട് ആ നിലാവ് പടറ്റുള്ളൂ. അത് നന്നായിട്ട് പടർന്നു താങ്ക് യു സാർ. പടർന്ന് പന്തലിക്കട്ടെ. ഓക്കെ, ഓക്കെ. ശ്രുതി ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാം. നൂല് പിടിച്ച പോലെ വേണം. ഓക്കെ. നൂലിങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ, അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ. straight line. യാ, അതെ. അതുപോലെ വേണം. ഓക്കെ അല്ല ക്യാപ്റ്റൻ? യെസ്. ഞാൻ MJ സാർ പറഞ്ഞതിനെ പറ്റി ആലോചിക്കായിരുന്നു. ഫീൽ ഫസ്റ്റ്, ടെക്നിക്കാലിറ്റീസ് ഒക്കെ അതിന് Secondary. ശേഷം വരുന്നത് മാത്രമാണ്. പലപ്പോഴും MJ സാർ പറയാറുണ്ട്, മധുചേട്ടൻ പറയാറുണ്ട്, ഇവിടെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടുന്ന് പാടിയ ആ പാട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിയോ എന്നുള്ളതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അത് ദിയക്കുട്ടി ഇന്ന് പാടിയത് ഇങ്ങ് എത്തിയിട്ടുണ്ട്. Thank you, ബ്യൂട്ടിഫുള്ളി സാങ്, Thank you, നല്ല ചേച്ചി. രസമായിട്ട് പാടി. എനിക്ക് ഒരുപാട്, എസ്പെഷ്യലി അനുപല്ലവി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഉം. ആ It was പൂവും തേനും പിന്നെ മോഹം മോഹം അതെ, പെയ്യും. അതെ, അതെ. ആ ഭാഗം ഭയങ്കര വളരെ ബ്യൂട്ടിഫുൾ നന്നായിരുന്നു. ആയിരുന്നു ആ ഭാഗം. Thank you, ഭയങ്കര sir. ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ചരടത്തിനേക്കാളും ഒരു പടി മുന്നിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് അനുപല്ലവി ദിയക്കുട്ടി പാടിയിട്ടുണ്ടായിരുന്നു. സോ ഗുഡ്. Thank ഞാൻ you, ചേച്ചി. കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. എനിക്ക് ആ ദിയക്കുട്ടി അവിടെ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് എന്റെയും ധൈര്യം. ഇവിടുന്ന് അവിടെ ദിയക്കുട്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം, ഇന്ന് നല്ല അടിപൊളിയായി പാടാൻ പോവാണ്, ഒരു നല്ലൊരു പാട്ട് കേൾക്കാൻ റെഡി ആയിരിക്കുവാണ്, ഞാനും റെഡിയാണ്, ദിയക്കുട്ടി പാടാൻ റെഡി ആയിരിക്കുവാണെന്ന് എനിക്ക് ഇങ്ങനെ അറിയാം. വന്ന കോൺഫിഡൻസോടെയുള്ള നൃത്തത്തിൽ എനിക്കറിയാം. അത് മിടുക്കി കേട്ടോ. ഈ പാട്ടിന് അത് ആപ്റ്റാണ്. ഓക്കെ, ഓക്കെ ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഇങ്ങനെ ആരാ പാടുന്നേ? കടലറിയില്ല കരയറിയില്ല
കരളിൽ നിറയും പ്രണയോന്മാദം അഴകേ ഇങ്ങനെ ആരാ പറഞ്ഞ എവിടെ കണ്ടിട്ടുണ്ടല്ലേ അങ്ങനെ ഒരു ആളെ? കണ്ണാടിയില് പക്ഷെ അത് കാണാൻ രസമുണ്ട് കേട്ടാ. ഒരു പ്രത്യേകത ഉണ്ട് അതിന്, അത് മാറ്റണ്ട. നല്ലതാ. എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് പാടിയത്. സൂപ്പറായിട്ട് പാടി. താങ്ക് യു എപ്പോഴത്തെയും പോലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചരണമാണ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. അതിപ്പോ പറഞ്ഞല്ലോ, ഇവര് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഫീലിന്റെ കൂടെ ശ്രുതിയാണല്ലോ മെയിൻ. ഫീല് അതെ. മാത്രം കേട്ടും കാര്യമില്ല, അതെ ഫീല് നമുക്ക് കാണിക്കാം. പക്ഷെ ശ്രുതിയില് ആ ഫീല് വരണം. അപ്പൊ ഇടയ്ക്ക് കുറച്ച് ശ്രുതി ഷാർപ്പ് ആവുന്നുണ്ടായിരുന്നു ആ സസ്റ്റെയിൻ നോട്ട്സിലെല്ലാം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ വലിയ ഡാമേജ് ഒന്നും ചെയ്തിട്ടില്ല പാട്ടിന് കേട്ടോ. ഓക്കെ സാർ. അത് ഒരു മിനിമം ഗ്യാരണ്ടി എപ്പോഴും ഉണ്ട് ദിയ കുട്ടി വന്നു കഴിഞ്ഞാല്. ഒരു കുറവാട്ടാ. ഓക്കെ മനസ്സിലായല്ലോ കാര്യങ്ങൾ. വളരെ കുറവാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, 1 തൊട്ട് 100 വരെയിൽ എത്ര 9 ഉണ്ട്? മീനൂട്ടി എണ്ണു അവിടുന്ന്. എണിക്കോ എവിടെ എത്താൻ പോകുന്നില്ല അറിയാം. ഇത് ഞാൻ 10 വർഷം മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ്. 11. 9 അല്ലല്ലല്ല അല്ല. 20 അല്ല 20 ആണോ? 20 എങ്ങനെ കിട്ടി 20? അല്ല 20 അല്ല 20 ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 20 അതെനിക്ക് കിട്ടിയതാ. 20 എണ്ണുമായിരുന്നു അത്രയും നേരം. 90 കഴിഞ്ഞാ പിന്നെ 99 കൂട്ടിയ. അതെ. 91, 92, 93 അങ്ങനെ. ആ അങ്ങനെ അപ്പൊ 89 കഴിഞ്ഞാൽ പിന്നെ 90. ആ അവിടെ നിന്ന് ഒരു പിന്നെ 91, 92, 20. അതെങ്ങനെ 20 കറക്റ്റ് ആയിട്ട് കാണിക്കണം? എങ്ങനെ? 9, 19, 29, 39, 49, 59, 69, 79, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99. അതിൽ ഏറ്റവും കൂടുതൽ 9 99 എത്ര 9 ഉണ്ട്? 2. ആ 2 കുട്ടിയാ? ആ കുട്ടിയാ? കൂട്ടി. ഓ എന്റെ മോള് ചൽക്കി. എവിടെ നമ്മൾ ഒരുമിച്ച് വിക്ടറി. ഇതിൽ ഏറ്റവും കൂടുതൽ 9 ഉള്ള എവിടെയായിരുന്നു? ആ നമ്പർ ഏതാ? 99. 99 അതല്ല അപ്പൊ എന്താ എത്ര ആയിരിക്കും മാർക്ക്? 99. സോറി ഞാൻ കറങ്ങി കറങ്ങി തിരിച്ച് ഇവിടെ അതിലേക്ക് എത്തിക്കാനായിരുന്നു. മറന്നു. So it's 99 on 100. 100. ദിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറവാ. അതെ. കരയറിയാതെ പകരാം ഞാനെ അപ്പൊ ദിയക്കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. Yes. ആര് വരണം അവിടുന്ന്? MJ ആണ്. MJ MJ uncle. വെൽക്കം MJ uncle. Yes. ഇവിടെ ഇരിക്കാൻ ശ്രമിക്കില്ലേ? കൂടെ പോരാം ഞാൻ അപ്പോ ഈ നമ്മുടെ ഈ മെലഡി ക്വീന് നമുക്ക് ഈ ഒരു കിൻഡർ മോക്സിന്റെ ഒരു ഒരു അടിപൊളി ഉടുപ്പ് അടിപൊളി ഉടുപ്പ് സമ്മാനം. അടുത്ത പ്രാവശ്യം ഇത് ഇട്ടിട്ട് വരണേ. കിൻഡർ മോക്സിന്റെ ഗിഫ്റ്റ് ആണത്. പിന്നെ നമ്മുടെ വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പലരിക്കാൻ മറക്കണ്ട. താങ്ക് യു MJ uncle. താങ്ക് യു ദിയക്കുട്ടി. ഓക്കെ ബൈ. MJ uncle, Yes. നല്ലൊരു മെലഡി കേൾക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ തോന്നണം. തോന്നിയേ പറ്റൂ. കാരണം നമുക്ക് മെലഡി റൗണ്ട് ആണ് വന്നിരിക്കുന്നത്. MJ uncle വിളിക്കാൻ കാരണം MJ uncle കുട്ടുമണി കുട്ടനാണ് കുട്ടുമണി. എത്തുന്നത്. ആ. യെസ്. സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ പാർത്ഥിവ് ഓൺ സ്റ്റേജ്. ഹായ് കുട്ടുമണി. എന്തോ കുട്ടിയുടെ ഇപ്പൊ പാർത്ഥിവ് ആരെങ്കിലും വിളിക്കാറുണ്ടോ നിന്നെ? ഇല്ല കുട്ടുമണി എല്ലാരും കുട്ടുമണിയാണ്. എന്നെ ഇപ്പൊ കുട്ടുമണി എന്ന് വിളിക്കും ആണോ? ആഹാ. കുട്ടപ്പാ എന്തോ ഈ പാട്ടല്ലേ ഇന്ന് പാടുന്നേ? ദൂരെ ദൂരെ സാഗരം. പിന്നെ ഏതാ? അല്ല wrong. Wrong ആണ്. ഏതാ? റോങ്. തെറ്റിപ്പോയോ? പിന്നെ ഒരു ക്ലൂ കൊടുക്കുന്നു. 1986 ഞാൻ ആ സമയത്ത് SSLC പഠിക്കാം. വീണ്ടും സിനിമ. വീണ്ടും. യെസ് ഈ വീണ്ടും എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിന് ഞാൻ പോയിട്ടുണ്ട്. ആണോ യെസ്. ഷൂട്ടിന് പോയിട്ടുണ്ടോ? അതെവിടെ വെച്ചിട്ടായിരുന്നു? അത് തിരുവനന്തപുരത്തായിരുന്നു. അതിന്റെ ഒരു ഭാഗം തിരുവനന്തപുരത്ത് എടുക്കുന്നുണ്ടായിരുന്നു. ആ. അതെനിക്ക് ഓർമ്മയുണ്ട്. ആഹാ. അത് സുരേഷ് ഗോപി ചേട്ടൻ പാടുന്നത്. അത് തരങ്ങണിയിലാണ്. അപ്പൊ ഞാൻ ഒരു ഓരം പറ്റി അത് കാണുന്നുണ്ടായിരുന്നു. ഭയങ്കര അത്ഭുതമല്ലേ ഇതൊക്കെ അന്ന് നമ്മൾ ഒരു കാണുമ്പോ. സിനിമയുടെ ഷൂട്ട് Witness കാണുന്നു. ചെയ്യാൻ വേണ്ടിട്ട്. അതെ. Yes. അതുപോലെ ഈ സായം സന്ധ്യയുടെ ഷൂട്ട് ട്രിവാൻഡ്രത്ത് നടക്കുമ്പോഴാണ് ആദ്യമായിട്ട് മമ്മൂട്ടി സാറിനെ കാണുന്നത്. ആ. അപ്പൊ ഞാൻ സൈക്കിളിൽ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും മമ്മൂട്ടി സാർ ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാൻ സാർ എന്ന് വിളിച്ചു. ആ എന്ന് പറഞ്ഞു. ഓർമ്മയാണ്. അങ്ങനെ ആദ്യമായിട്ട് മമ്മൂട്ടി സാറിനെ ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ലല്ലോ. എപ്പോഴെങ്കിലും ഒരു മ്യൂസിക് കമ്പോസർ ആവുന്നെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ. അതെ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ ഇതിനൊക്കെ പോയാൽ ഈ വീണ്ടും ആണെങ്കിലും സായം സന്ധ്യ ആണെങ്കിലും അവിടെ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഏറ്റവും മൂത്ത
അമ്മയുടെ സൈഡിലെ ഏറ്റവും മൂത്ത കസിന്റെ മകളാണ് ഗീതു മോഹൻദാസ്. ഗീതു അഭിനയിക്കുന്ന സിനിമ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. ആ ഗീതു വളരെ കൊച്ചാണ് ആ സമയത്ത്. അവിടെ ശ്രീവിദ്യ അമ്മ അതുപോലുള്ള ആക്ടേഴ്സിനൊക്കെ ആദ്യമായിട്ട് കാണുന്നതും എല്ലാം ഓർക്കുന്നുണ്ട്. നമ്മുടെ സുരേഷ് ഏട്ടനൊക്കെ ഭയങ്കര സുന്ദരനായിരുന്നു അന്ന്. അതെ അതെ അതെ. ഞാൻ അനുരാഗയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് സുരേഷ് ഏട്ടനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് വീണ്ടും എന്ന് പറഞ്ഞ സിനിമയുടെ ഓർമ്മകൾ. വീണ്ടും ചില ഓർമ്മകൾ. വീണ്ടും ചില ഓർമ്മ വിശേഷങ്ങൾ. അപ്പൊ എല്ലാ ഡീറ്റെയിൽസ് കഴിഞ്ഞു. ടീച്ചേഴ്സ് എല്ലാം ഒന്നും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞില്ല അല്ലേ? പറഞ്ഞില്ലല്ലേ? എന്താ പറയുക? സിനിമ വീണ്ടും വീണ്ടും ഇയർ 1986. ഓക്കെ. മ്യൂസിക് ഔസപ്പച്ചൻ സാർ, ലിറിക്സ് ഷിബു ചക്രവർത്തി സാർ, ഓക്കെ. പിന്നെ പാടിയത് യേശുദാസ്. യെസ്, വെരി നൈസ്. വർഷം പറഞ്ഞല്ലോ. 1986. പാട്ട് എഴുതാന്ന് പറഞ്ഞില്ല. പറഞ്ഞില്ല, അത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചില്ല. പാട്ട് പിന്നെ ദൂരെ ദൂരെന്ന് മനസ്സിലായി. ഏത് ദൂരെയാണ്? മാമലയിൽ. ദൂരെ ദൂരെ. അതല്ലെന്ന് ഓൾറെഡി പറഞ്ഞു. അതല്ല. മാമലയിൽ. ദൂരെ ദൂരെ ദൂരെ. അതല്ല. മാനമ്പാടി. അതാണോ? ദൂരെ. അതല്ല. ദൂരെ ദൂരെ. അതുമല്ല. അയ്യോ, എന്നാ പറ, ഏതാ? ഏത് ദൂരെയാടാ? ദൂരെ മാമലയിൽ. ഓക്കെ ഓക്കെ. പഠിക്കാം, പഠിക്കാം. All the best. Thank you.
വെരി ഗുഡ് Thank you, മോനെ, sir. വെരി ഗുഡ്, സൂപ്പർ Thank you. സൂപ്പർ. താങ്ക് യു. മണി ഹാപ്പി. അവസാനം ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചു. അതെന്താ അത് സംഭവിച്ചത് ലാസ്റ്റ്? ഒരു ചെറിയൊരു ഗ്ലുമ്മ് വരാനുള്ള വരാനുള്ളൊരു സാധ്യതയുണ്ട്. ടെൻഡൻസി ഉണ്ടായി പിടിച്ചു വെച്ചു. Yes, പക്ഷെ പിടിച്ചു വെച്ചു. ജസ്റ്റ് രക്ഷപ്പെട്ടു അത്. അതെ. പാട്ട് കഴിഞ്ഞിട്ട് ഗ്ലും. പാട്ട് കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടുമണി പാടുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ. കാരണം നല്ല അസലായിട്ട് പാടി വന്നിട്ട് ചിലപ്പോൾ ചെറിയൊരു പോർഷനിൽ പ്രശ്നം പറ്റും. അതെ അതെ. അപ്പൊ അങ്ങനെ മാർക്ക് കുറയും. അങ്ങനെ എത്ര പ്രാവശ്യം അവിടെ സംഭവിച്ചിരിക്കുന്നു. ഇപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പല്ല് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ടുണ്ടെന്ന്, ഈ സമാധാനം. പക്ഷെ ഓരോ ലൈൻ പാടുമ്പോഴും ഞാൻ ടെൻഷനിലാണ്. ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ അടിക്കും, ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. എന്തിനാ എന്നെ ഇങ്ങനെ ടെൻഷനിലാക്കണേ കുട്ടുമണി? ഓ ഇന്ന് ഒപ്പിച്ച് വെരി എൻഡ് സസ്റ്റെയിൻ. എന്റെ അമ്മേ, ഞാൻ അതാ Just escaped ഇടാ. ഞാൻ അത് കഴിഞ്ഞപ്പോ മിസ്റ്റർ എക്സ്റ്റംബ്. പിന്നെ എണിച്ചെന്നാ ഞാൻ ഉടനെ ഇരിക്കേണ്ടി വന്നേനെ. ഞാൻ നോക്കുമ്പോ എം ജെ ഇങ്ങനെ അതാണ് ഞാനിങ്ങനെ വെമ്പിക്കോട്ടെ എങ്ങനെയെങ്കിലും ഈ പാട്ട് പെർഫെക്റ്റ് ആയിട്ട് തീരും. സത്യം. ബോളൊക്കെ അടിച്ചിട്ടേ മറ്റേ മുകളിലേക്ക് പൊക്കി അടിക്കില്ലേ ക്രിക്കറ്റില്, മുകളിലേക്ക് പൊക്കി അടിച്ചിട്ട് നല്ല ഹൈറ്റിൽ പോകുമ്പോ ക്യാച്ച് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ നമ്മളിങ്ങനെ അവസരം ഡ്രോപ്പ് ചെയ്യോ പക്ഷെ ക്യാച്ച് ചെയ്തു. ഈ പാട്ട് മനോഹരമായിട്ടുള്ള ഒരു സിക്സർ ആയിരുന്നു അതിന്റെ. അതെ, താങ്ക് യു സർ. ആദ്യം മനോഹരമായിട്ടുള്ള ഒരു സിക്സർ, ഒരു സംശയമില്ല. താങ്ക് യു സർ. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ, ഒരു ഒറ്റ അക്ഷരം പോലും എഴുതി വെച്ചിട്ടില്ല. ഞാനും അതെ. തൊട്ടിട്ടില്ല പേന. അവസാനത്തെ താളം പിടിക്കാൻ പോയി, എന്നിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു ഞാൻ. അത് വേണ്ടാന്ന് അല്ലേ? അവസാനത്ത് നീ രക്ഷപ്പെട്ടതിന് കാരണം ഞാൻ ഇവിടെ നിന്നോണ്ടാണ്. ഞാൻ ഇരുന്നെങ്കിൽ ഞാൻ അത് എഴുതി വെച്ചേരെ. അപ്പൊ ഒരു ബ്ലാങ്ക് പേപ്പറിൽ നമ്മൾ ഒരുപാട് സ്നേഹത്തോടുകൂടി ഒരു നല്ലൊരു ലവ് ലെറ്റർ എഴുതുന്ന പോലെ ഉണ്ടായിരുന്നു നിന്റെ ഈ പാട്ട് കേട്ടോ. ഭയങ്കര പ്രണയാക്ഷരങ്ങൾ കൊണ്ട് അത് വളരെ ഗംഭീരമായിട്ട് വന്നിരുന്നു. ഓർക്കസ്ട്ര ഗംഭീരം. ഫ്രാൻസിസ് ഗ്രൂപ്പ് ആദ്യത്തെ ആ മെലഡി ഇല്ലേ, ചില നോട്ട്സ് ഒക്കെ നമുക്ക് വെറും ഒരു മ്യൂസിക് ബിറ്റ് അല്ല, അതൊക്കെ നമ്മുടെ ക്ലോസ് ടു ഹാർട്ടും ഫ്രം ദ ഹാർട്ടും ബൈ ദ ഹാർട്ടുമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഫ്രാൻസി അത് പ്ലേ ചെയ്തു. അത് ഗംഭീരമായിരുന്നു. ഏതൊരു പാട്ട് പാടിയാലും നമ്മുടെ ഗോൾ എന്തായിരിക്കണം? ഒരു നമ്മൾ ആരെങ്കിലും പറയുന്ന ഒരു വാവ് അതായിരിക്കരുത്. ഇറ്റ് ഷുഡ് ബി വൺസ് മോർ, ഒരിക്കൽ കൂടെ പാടണമെന്ന് തോന്നിപ്പിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം നമ്മുടെ കുട്ടുമണി ഒന്നുകൂടെ ഈ പാട്ട് പാടിയെങ്കിലോ, അതിന്റെ മനോഹരങ്ങളായിട്ടുള്ള ആ സ്ഥലങ്ങളിലൂടെ ഒന്നുകൂടെ യാത്ര ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ, ആ മ്യൂസിക്കൽ നോട്ട്സ് ഒക്കെ ഇത്രയും ഗംഭീരമായിട്ട് ആക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ നമ്മുടെ കുട്ടുമണിക്ക്. അത് അതിന്റെ എക്സ്പീരിയൻസ് ഒന്നുകൂടെ കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചു പോവാണ്. അപ്പൊ ഓഡിയൻസിന് എപ്പോഴും വേണ്ടത് കാൽക്കുലേഷൻസ് അല്ല. പലപ്പോഴും കുട്ടുമണിക്ക് ചിലപ്പോൾ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റഡ് ആണ്. കാൽക്കുലേറ്റഡ് മൂവ് എന്ന് പറയും. അല്ല, കാൽക്കുലേഷൻ കുറവായിരുന്നു. കാൽക്കുലേഷൻ കുറവായിരുന്നു അല്ലെങ്കിൽ മൂടി വെച്ചു. അപ്പൊ ആ കാൽക്കുലേഷൻ അല്ല, ഫീലിംഗ് ആണ് ഓഡിയൻസിന് വേണ്ടത്. ഫീലിങ്സ് ടപയെന്ന് പറഞ്ഞാൽ അവിടെ എത്തും. അത് ലൈറ്റ്നിങ് ഫാസ്റ്റ് ആയിരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കും. എത്ര ട്രോഫി വാങ്ങിച്ചു എന്നുള്ളതല്ല ഓഡിയൻസ് നോക്കുന്നത്. ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ നിന്നോ എന്നുള്ളതാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇത് ഫൈനലിൽ വരുന്ന അല്ലെങ്കിൽ ടോപ്പ് സിംഗർ ആവുന്നു എന്നുള്ളതല്ല, എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രഷനിൽ ഇതുപോലത്തുള്ള മുത്തുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കേട്ടോ മോനെ? അപ്പൊ അത് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ പെർഫോം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കൂൾ, കാം, collected, have defense, self-defense, but I am aggressive. അതൊക്കെ വേണം കേട്ടോ. ഓക്കെ, നന്നായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. ഉഗ്രനായിട്ട് പാടി. എം ജെ പറഞ്ഞ പോലെ തന്നെ അത് ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ഒരു കാര്യം മാത്രം, ഒന്ന് ഈ പല്ലവി ഒന്ന് ചിരിച്ചോണ്ടൊന്ന് പാടാൻ പറ്റുമോ? ഇങ്ങനെ കഴുത്തിങ്ങനെ, അതായത് ഇങ്ങനെ മസിൽ പിടിച്ചെടുക്കാൻ നിൽക്കാണ്ട് ഫ്രീ ആയിട്ടിട്ട് ഇതിങ്ങനെ ഫ്രീ ആയിട്ടിട്ട് ചിരിച്ചോണ്ട് ഒന്ന് ദൂരെ മാമലയിൽ പാടിയ കേക്കട്ടെ. ചുമ്മാ എല്ലാരും നോക്കി ഇങ്ങനെ ചിരിച്ച് കണ്ണിങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിക്കാണ്ട് ചിരിച്ചോണ്ട് ചിരി 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 ചിരിച്ചോണ്ട് ചിരി.
കുറച്ച് ബെറ്ററായി യെസ്. കേട്ടോ. ഓക്കെ ഫ്രീ ആയിട്ട് പാടണം. ഓക്കെ. ഇതിങ്ങനെ കണ്ണിൽ ഇങ്ങനെ പിടിക്കാണ്ട് കഴുത്തിങ്ങനെ പക്ഷെ എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു അത് കാര്യമാണ്. മാറ്റിയെടുക്കാനാണ് ഞാൻ മാറ്റിയെടുക്കാം പറഞ്ഞത്. നമുക്ക്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കാനാണ് മധുഹങ്കൾ പറഞ്ഞത്. ഓക്കെ അപ്പൊ എപ്പോഴും ഇനി കണ്ണാടി നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യേ. ഓക്കെ ഇങ്ങനെ വരുമോ ഇല്ലയോ, അങ്ങനെ വരുമ്പോഴൊക്കെ മാറ്റണം മനഃപൂർവ്വം. ഇത് ഇങ്ങനെ മൈക്കിൽ വിളിച്ചിട്ട് ഇത് എല്ലാവരെയും ഓർക്കസ്ട്ര ചേട്ടന്മാരെയും ഞങ്ങളെയും അമ്മയും ഒക്കെ ഇങ്ങനെ മാറി മാറി മീനൂട്ടിയെയും എല്ലാം നോക്കിയത് ദൂരേ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൻ ഇങ്ങനെ ഒന്ന് പാടി വെക്കി. കഴുത്തൊന്നും ഇങ്ങനെ നിൽക്കാണ്ട്. ഓക്കെ, ഓക്കെ. കണ്ണിങ്ങനെ പിടിക്കാണ്ട്. ഉം. മനസ്സിലായോ? കാര്യം പിടി കിട്ടിയോ? കാര്യം പിടികിട്ടി. ഓക്കെ. Yes. അപ്പൊ ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും എല്ലാ പാട്ടുകളും പാടുമ്പോ. ഓക്കെ. ഓക്കെ, മിടുക്കൻ. താങ്ക് യു സർ. മിടുക്കൻ. താങ്ക് യു. അതാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. മിടുക്കനായ പാർത്ഥിവ് കുട്ടൻ. അടിപൊളി, അടിച്ചു പൊളിച്ചു കേട്ടോ. MJ സാർ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയാ, ബോധേഡ് അല്ലാതെ പാടിയതിന്റെ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. നേരത്തുള്ളതിനേക്കാളും നന്നായിട്ട് അതെ, വ്യത്യാസമുണ്ട് അല്ലേ? മറ്റേത് ഇങ്ങനെ ഭയങ്കര കാൽക്കുലേറ്റ് ചെയ്ത് ബോഡിയും അതുപോലെ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് ഇങ്ങനെ ആലോചിച്ച് പുരിയൊക്കെ ചുളിച്ച് അങ്ങനെ പാടുന്നതിന് പകരം ഫ്രീ ആയി നിന്ന് പാടുമ്പോൾ അതേ ഫീലിങ്സ് ആണ് നമുക്കും കിട്ടുന്നത്. അപ്പൊ അത് നമുക്ക് മെല്ലെ 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 മാറ്റിയെടുത്താൽ കുറച്ചും കൂടെ കുട്ടുമണിക്ക് ഫ്രീ ആയി നിന്നിട്ട് പാടാം കേട്ടോ. അതിന്റെ ബോഡി പോസ്ചറൊക്കെ അതിനനുസരിച്ചിട്ട് മാറുമ്പോൾ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ട് വരും, ബ്രെത്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ മാറ്റി വെച്ച് ടെൻഷൻ ഇല്ലാതെ നമുക്ക് പെർഫോം ചെയ്യണം. അപ്പൊ എങ്ങനത്തെ പെർഫോമൻസസ് വരും? ഇതുപോലെയുള്ള പെർഫോമൻസസ് വരും. ഓക്കെ. ഓക്കെ, ഓക്കെ. യു ലുക്കിംഗ് സ്മാർട്ട്. താങ്ക് യു. You sang very well. താങ്ക് യു. You are amazing. താങ്ക് യു. Very talented. താങ്ക് യു. All the best. ബാഡ് ബോയ്. സോ കുട്ടുമണി, എന്തോ അപ്പോൾ ഫോർ ദിസ് വണ്ടർഫുൾ തണ്ടർഫുൾ പെർഫോമൻസ് യു ആർ ബീങ് awarded. കുട്ടുമണി ഈസ് ഗോയിങ് ടു ബി awarded 98 on 100. താങ്ക് യു സർ. അപ്പൊ കുട്ടുമണിക്കുട്ടൻ ഇങ്ങനെ എന്നെ പെർഫോം ചെയ്യണം. ഇപ്പൊ പെർഫോം ചെയ്തിട്ട് അടിപൊളിയായില്ലേ? Yes. അടുത്ത പ്രാവശ്യം ഇങ്ങനെ തന്നെ വരണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. Okay. ബൈ ബൈ ബൈ. Bye. Ta-ta. ബൈ ടാറ്റാ. Good night. ഗുഡ് നൈറ്റ്. മിനുട്ടി, ഒരു സെക്കൻഡ്, ഒരു ഒരു സെക്കൻഡ്. എന്തോ? ഒരു കാര്യം മറന്നുപോയി. എന്ത്? ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാനിവിടെ എഴുതി വെച്ചിരുന്ന ഒരു കാര്യം പറഞ്ഞു. മധു, ഇത്രയും നന്നായിട്ടൊക്കെ പാടിയതല്ലേ? അതെ, അല്ലേ? ഒരു മാർക്ക് കൂടെ കൊടുക്കാല്ലേ? ഒരു മാർക്ക് കൂടെ കൊടുക്കാം. ഞാനും ഒരു മാർക്കും കൂടെ കൊടുത്തു. കൊടുത്തു. ഞാൻ പിന്നെ 0 മാർക്ക് കൂടെ കൊടുത്തു. അപ്പൊ എത്രയായി? അപ്പൊ 110. 2 മാർക്ക് കൂടെ കൊടുത്തു. അപ്പൊ it is going to be 100 for കുട്ടുമണി today. ഒരു മധുരമഴ. ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിക്കുന്ന കാര്യം നമുക്ക് കിട്ടുമ്പോഴുണ്ടാവുന്ന ഡബിൾ സന്തോഷം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെ അതെ. പക്ഷെ അത് ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കുട്ടുമണിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. ആഹാ. മധുകൾ മിസ്റ്റർ കുട്ടുമണിക്കുട്ടൻ, എന്തോ ഇതാ പിടിച്ചോളൂ. 2 ഗിഫ്റ്റ് ഉണ്ട്. 2 ഗിഫ്റ്റ് ഉണ്ട്. gift. കിൻഡർ മോക്സിന്റെ വക ഒരു അതെ, നല്ല ഉടുപ്പ്. കിൻഡർ മോക്സിന്റെ ഒരു ഉടുപ്പ് ആദ്യത്തെ ഗിഫ്റ്റ്. ഇത് ഇട്ടിട്ട് വേണം അടുത്ത തവണ വന്ന് പാടാൻ. അതെ, യെസ്. പിന്നുള്ളത് പിന്നെ പല്ലുകൾ വെട്ടിത്തിളങ്ങാൻ, മിന്നിത്തിളങ്ങാൻ വില്ലി വൈറ്റ്. വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ചാമ്പർ. അപ്പൊ വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഇനി ഇതുപോലെ ഇഷ്ടം പോലെ 100s വാങ്ങിക്കൂ. ടാറ്റാ. ടാറ്റാ. പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഓക്കെ. ഓക്കെ, ബൈ ബൈ. ബൈ. ഗുഡ് നൈറ്റ്. നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ദേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ടോപ്പ് സിംഗർ എന്ന് കഴിയുമ്പോഴത്തേക്കും. എനിക്കറിയാം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് സമാധാനമുള്ള നല്ല പാട്ടുകൾ, സന്തോഷം തരുന്ന ഒരുപാട് നല്ല പാട്ടുകൾ, നിങ്ങളെല്ലാവരെയും ഒത്തിരി നല്ല മെമ്മറീസിലൊക്കെ കൊണ്ടുപോയ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ നമ്മളിന്ന് കേട്ടു. ഇന്നിതാ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നാളെ ഇതേ സമയത്ത് നല്ലൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ ബൈ. സീ യു.